മകൾ ടി വീണയ്ക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും ഹവാല ആരോപണങ്ങളിലും ശക്തമായ പ്രതികരണവുമായി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ രംഗത്തെത്തി. താനോ തന്റെ മകളോ കുടുംബാംഗങ്ങളോ യാതൊരുവിധ ഹവാല ഇടപാടുകൾക്കും നിന്നിട്ടില്ലെന്നും തന്റെ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണെന്നും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. തന്റെ മകളായതുകൊണ്ട് മാത്രമാണ് വീണയ്ക്ക് കേന്ദ്ര ഏജൻസികളിൽ നിന്ന് ഇത്തരം വിചിത്രപരമായ നടപടികൾ നേരിടേണ്ടി വരുന്നത്. ആ ചെറുപ്പക്കാരി വലിയ സത്വത്തിന്റെ ഉടമയൊന്നുമല്ല. ഇഡിയുടെ നടപടികൾ അത്ഭുതപ്പെടുത്തുന്നതാണെന്നും തന്നെയും കുടുംബത്തെയും തുടർച്ചയായി പിന്തുടർന്ന് വേട്ടയാടാനാണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. മകൾക്കെതിരെയുള്ള അന്വേഷണത്തിന് പുറമെ സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും സർക്കാരിന്റെ വീഴ്ചകളെക്കുറിച്ചും രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. സംസ്ഥാനത്ത് പൊതുവിപണിയിൽ ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത വിലവർധനവാണ് അനുഭവപ്പെടുന്നത്. വരാനിരിക്കുന്ന ഓണക്കാലത്ത് വിലക്കയറ്റം തടയുന്നതിലും വിപണിയിൽ ഫലപ്രദമായി ഇടപെടുന്നതിലും സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. അടിയന്തരമായി വിപണിയിൽ ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയുന്നില്ല. അരി, പഞ്ചസാര തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. അരിക്ക് മാത്രം 15 രൂപയോളം വർദ്ധിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സ്കൂൾ കുട്ടികൾക്കുള്ള അരി വിതരണവും പട്ടികവർഗ വിഭാഗത്തിലെ മുതിർന്നവർക്ക് നൽകിയിരുന്ന 1000 രൂപ ധനസഹായ പദ്ധതിയും സർക്കാർ വെട്ടിക്കുറച്ചു. പെൻഷൻ കുടിശ്ശിക തീർത്ത് ക്ഷേമ പെൻഷനുകൾ ഓണത്തിന് മുൻപ് നൽകാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ പോലും സർക്കാരിന് യാതൊരു വ്യക്തതയുമില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും കടമെടുപ്പ് നയങ്ങളെയും കടന്നാക്രമിച്ച പിണറായി വിജയൻ കേവലം 3 മാസം കൊണ്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മാറി മറിയുമെന്ന് അവകാശപ്പെട്ടവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ചു. 3 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കവിഞ്ഞിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന മാസങ്ങളിൽ 2022 കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ സാധിക്കുക. ഈ സ്ഥിതി വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. LDF ഭരണമൊഴിയുമ്പോൾ 6000 കോടി രൂപ മിച്ചമുള്ള ഖജനാവാണ് ഏൽപ്പിച്ചു കൊടുത്തതെന്നും മുൻ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പൂമ്പാറ്റ പൂവറിയാതെ തേനെടുക്കുന്നത് പോലെ ഖജനാവ് നിറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് ഇപ്പോൾ പൂവുമില്ല, തേനുമില്ല, കടം മാത്രമാണ് ബാക്കിയുള്ളതെന്നും സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു.